കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് സുരേഷ് കുമാർ വന്നിട്ട് കേരളത്തിലെ സിനിമാ മേഖല ആകെ തകർന്നിരിക്കുകയാണെന്നും മലയാള ചിത്രങ്ങൾ ഈ ജനുവരിയിൽ ഇറങ്ങിയ ഒരൊറ്റ സിനിമ മാത്രമാണ് ഹിറ്റടിച്ചതെന്നും നിർമ്മാതാക്കൾ നാടുവിടേണ്ട അവസ്ഥയിലാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതുകൂടാതെ ജൂൺ 1 മുതൽ കേരളത്തിലെ സിനിമാ മേഖല മൊത്തത്തിൽ സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂർ ഇതിനെതിരെ ഒരു സുദീർഘമായൊരു FB പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം സുരേഷ് കുമാറിനോട് ധാരാളം കാര്യങ്ങൾ വിയോജനക്കുറിപ്പാണ് അതിൽ അറിയിച്ചിരിക്കുന്നത്. ഈ സിനിമാ സമരത്തിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൂടാതെ ഈ സംഘടനയിൽ എടുത്ത തീരുമാനത്തിനോട് ആ സംഘടനയിലുണ്ടായിരുന്ന ബാക്കി നിർമ്മാതാക്കളെല്ലാം സഹകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ആൻഡോ ജോസഫ് പോലെയുള്ളവരുടെ മൗനത്തെയാണ് ആൻ്റണി പെരുമ്പാവൂർ എടുത്തു കാണിക്കുന്നത്. നിഷാദെ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് കണ്ടു കാണുമല്ലോ. ആൻ്റണി പെരുമ്പാവൂർ അതിൽ അക്കമിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ കൂടി അംഗമായിട്ടുള്ളൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇത്രയും നിർണായകമൊരു തീരുമാനം എടുക്കുമ്പോൾ ആ പുള്ളി അത് അറിഞ്ഞിട്ടില്ല എന്ന് കൂടിയിട്ടാണ്. ഈ സംഘടനയ്ക്കകത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്? അതിൽ ഒന്നാമത് മനസ്സിലാവുന്ന കാര്യം എന്താണ്? സുരേഷ് കുമാർ പറഞ്ഞ മലയാള സിനിമ ആകെ കുഴപ്പത്തിലാണ്, അതിജീവിക്കാൻ കഴിയാത്ത അപകടാവസ്ഥയിൽ അത് നിൽക്കുകയാണെന്ന് പറയുന്ന കാര്യം വസ്തുതാപരമല്ല എന്ന് നമുക്കിന്ന് മനസ്സിലായി. കാരണം എന്താണ്? വളരെ സജീവമായി പ്രൊഡക്ഷൻ രംഗത്തുള്ള ആൻ്റണി പെരുമ്പാവൂർ പറയുന്നു, ഇദ്ദേഹം പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്രൈസിസ് ഉള്ളതിനെക്കുറിച്ച് അയാൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ആൻ്റണി പറയുന്നു, ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആൻഡോ ജോസഫിനെ പോലുള്ള സംഘടനാ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല. എന്നതിൻ്റെ അർത്ഥം അവർക്ക് വിയോജിപ്പുണ്ടെന്നാണ്. ആൻഡോ ജോസഫും ഇദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നില്ല. ആൻ്റണി പറയുന്നു ആൻഡോ ജോസഫിനോട് യോജിപ്പെന്ന് വെച്ചാൽ ആൻഡോ ജോസഫിനെ പോലെ പ്രമുഖനായ പ്രൊഡ്യൂസർക്ക് സുരേഷ് കുമാർ പറഞ്ഞതോട് യോജിപ്പില്ല. പ്രൊഡ്യൂസർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ വന്നിട്ട് എന്താണ് ഇന്നത്തെ പോസ്റ്റിനെ പൂർണ്ണമായി പിന്തുണച്ച് ഷെയർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ മലയാള സിനിമ മൊത്തം കുഴപ്പമാണെന്ന വികാരത്തെ കേരളത്തിലെ പ്രൊഡ്യൂസർമാരെല്ലാവരും ഷെയർ ചെയ്യുന്നില്ല. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നമ്മൾ അധികം പേരെ പ്രമുഖരായ ആരെയും കാണുന്നില്ല. രംഗത്ത് വരുന്ന ആളുകളാവട്ടെ പഴയ ആൾക്കാരും ഇപ്പോൾ സജീവമല്ലാത്ത ആളുകളും ഇപ്പോൾ സത്യത്തിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒന്നും മുഖ്യധാരയിൽ വേണ്ടത്ര ഇടമില്ലാത്ത ആളുകൾ മാത്രമാണ് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പഴയ ജനറേഷൻ ആൾക്കാരാണ്. പുതിയ ജനറേഷനിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നതായി കാണുന്നേയില്ല. അപ്പോഴാണ് പിന്നെ ഇങ്ങനൊരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ മലയാള സിനിമ മുഴുവൻ കുഴപ്പത്തിലാണ് എന്നുള്ള ആക്ഷേപം ഇദ്ദേഹം ഉന്നയിക്കാൻ കാരണം എന്താണ്? ഇന്നിപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്നിപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ദീർഘമായ ഈ ലേഖനം എഴുതുന്നതിന് ഒരു പ്രധാനപ്പെട്ട പ്രൊവോക്കേഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ ചെയ്ത സിനിമയുടെ ബജറ്റ് പൊതുവേദിയിൽ പറയാൻ നിങ്ങൾ ആരാണ്? അതാണ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആൻ്റണി പെരുമ്പാവൂർ ഇത് വിട്ടുകളഞ്ഞാൽ. അപ്പോൾ ആ പ്രശ്നം അദ്ദേഹത്തെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത എന്താണുള്ളത്? ആ പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. അത് ഏത് സോഴ്സിൽ നിന്നെടുത്ത വിവരമെടുത്തിട്ടാണ് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നു. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് റിവീൽ ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ലീഗൽ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് ഇദ്ദേഹം ഇതിനകത്ത് പ്രൊവോക്ഡ് ആയത്. വേറെയും കാരണങ്ങളുണ്ട്. മൊത്തം ഇൻഡസ്ട്രി കുഴപ്പമാണെന്ന് പറയുമ്പോൾ സുരേഷ് കുമാറിൻ്റെ ചൂണ്ടലുകൾ വേറെ പല സ്ഥലത്തേക്കാണ് പോകുന്നത് നമുക്കറിയാം. അപ്പോൾ എനിവേ എന്തായാലും ഇൻഡസ്ട്രി പൊതുവായി ഷെയർ ചെയ്യുന്ന ഒരു കാര്യമല്ല സുരേഷ് കുമാർ പറയുന്നത്. അപ്പോൾ പിന്നെ സുരേഷ് കുമാർ എന്തിനിത് പറയുന്നു എന്ന് നമുക്ക് ആലോചിച്ച് നോക്കണം. അപ്പോൾ കാണേണ്ട കാര്യമൊന്നും, സുരേഷ് കുമാർ പണ്ടത്തെ ഒരു വലിയ രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസിലെ പ്രധാനിയായിട്ടുള്ള പ്രതാപിയായ പ്രൊഡ്യൂസറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ആ പ്രതാപമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ മോഹൻലാലിനെ പോലുള്ള നടന്മാരുമൊക്കെ ചേർന്ന് പോയ ഒരു കാലമുണ്ട്. അദ്ദേഹത്തിനൊക്കെ മോഹൻലാലിൻ്റെ ഡേറ്റ് വളരെ പെട്ടെന്ന് കിട്ടുമായിരുന്ന, മോഹൻലാലിനെ ഒപ്പിച്ച സിനിമകൾ ചെയ്തിരുന്ന, അവർ തിരുവനന്തപുരത്തെ മോഹൻലാൽ നേതൃത്വം കൊടുക്കുന്നതൊക്കെ വേണമെങ്കിൽ കരുതാമായിരുന്ന, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അങ്ങനെ പ്രവർത്തിക്കുന്നതല്ല, കരുതാമായിരുന്ന ഒരു സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു എക്കോസിസ്റ്റം എന്താ പറയുക, ഒരു ഗ്രൂപ്പിനകത്ത് മോഹൻലാൽ കൊണ്ടു നടക്കുന്ന ഒരു വലയത്തിനകത്ത് സുരേഷ് കുമാറിനെ പോലുള്ള പഴയ ആളുകൾ ഇല്ല. ആൻ്റണി പെരുമ്പാവൂരാണ് ഇപ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂർ പുതിയ സർക്കിൾ ഉണ്ടാക്കുകയും പുതിയ ചെറുപ്പക്കാരോടൊപ്പം ചേരുകയും പുതിയ ആളുകളെ കൊണ്ടുവരികയും സിനിമ ഉണ്ടാക്കുകയും പുതിയ പരീക്ഷണം നടത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു എൻട്രൻസ് ഇഷ്യൂ, ഐ തിങ്ക് ഒരു സ്പേസ് ഇഷ്യൂ എനിക്ക് തോന്നുന്നു അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവണം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? എല്ലാവരും നിർമ്മാതാക്കളാവുകയാണ്. നടന്മാർ അവരുടെ സിനിമ നിർമ്മിക്കുന്നു, അവരുടെ ഷെയർ അവർ നിർമ്മാണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, അവർ ലാഭം ഉണ്ടാക്കുന്നു, വലിയ സിനിമകൾ ഉണ്ടാക്കി ഭയങ്കര പോക്ക് പോകുന്നു. ഈ പഴയ ആളുകൾക്ക് സിനിമയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സിനിമ എടുത്ത് ഹിറ്റടിക്കാൻ പറ്റുന്നില്ല എന്ന പ്രശ്നം അവർ നേരിടുകയാണ്. അപ്പോൾ ഒന്ന്, ഫിനാൻഷ്യലി അവരുടെ സ്പേസ് നഷ്ടപ്പെടുന്നതിൻ്റെ, രണ്ട്, ഈ സിനിമാ മേഖലയിലെ ഉഗ്രപ്രതാപികളായി നിന്നതിൻ്റെ സ്പേസ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുകയും അതൊരു ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ സംശയിക്കാൻ കാര്യം. കാരണം
ആദ്യത്തെ അയാളുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് 100 കോടി എന്ന് പറയുന്നത് കള്ളമാണെന്ന് പുള്ളി പറയുന്നു. അപ്പോൾ 100 കോടി എന്നുള്ളത് അവകാശപ്പെടുന്നത് നിർമ്മാതാക്കൾ തന്നെയല്ലേ ചോദിക്കും. അത് പലതരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഞങ്ങൾ പറയേണ്ടി വരികയാണെന്ന് പറഞ്ഞ ബാലിശമായ വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. നിർമ്മാതാക്കൾ തന്നെയാണ് ഞങ്ങൾ 100 കോടി 200 കോടി ക്ലബ്ബിൽ കടന്നു എന്ന് പറയുന്നത്. ഇന്ന് ആൻ്റണി പറയുന്നു അത്രയും ക്ലബ്ബിൽ കടക്കുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്, എന്തിനാണ് അങ്ങനെ നടക്കുന്നില്ല എന്ന് നമ്മൾ ആക്ഷേപിക്കാൻ പോകുന്നു ചോദിക്കുന്നു. എന്ന് വെച്ചാൽ അത്രയും പൈസ കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ആൻ്റണി സമ്മതിക്കുന്നത്, ആൻ്റണിയെ പോലെ മറ്റു പലരും സമ്മതിക്കുന്നത്. അപ്പോൾ സുരേഷ് കുമാറിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു സുരേഷ് കുമാറിന് പഴയ ജനറേഷന് അവരുടെ സ്പേസ് ഇല്ലാതായി. അതിപ്പോൾ നിർമ്മാണ മേഖലയിൽ മാത്രമൊന്നുമല്ല, മലയാള സിനിമയുടെ പല തട്ടുകളിലും പഴയ പ്രതാപശാലികളല്ല മലയാള സിനിമയെ കൊണ്ടു നടക്കുന്നത്. പിന്നെ സിനിമ മൊത്തം കുഴപ്പമാണ്, വിജയിക്കുന്നില്ല എന്നൊക്കെ അവർ ആരോടാ പറയുന്നത്? നമ്മളിത് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇവർ മാത്രമല്ലല്ലോ, ഒരു സിനിമ മൊത്തം പരാജയപ്പെടുകയാണ്, ഇത്ര സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. സിനിമ വളരെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അജിംസ് പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് സിനിമ വരുന്നുണ്ട്. അതേസമയം മലയാള സിനിമയുടെ സുവർണ്ണ കാലങ്ങളിലൊന്നും ഉറപ്പായും പറയാൻ പറ്റുന്ന കാലം ഇത്. എത്ര ഗംഭീര സിനിമ വരുന്നുണ്ട്, എത്ര പുതിയ ചെറുപ്പക്കാർ സിനിമ അഭിനയ രംഗത്തും നിർമ്മാണ രംഗത്തും സംവിധാന രംഗത്തും അല്ലെങ്കിൽ ടെക്നിക്കൽ രംഗത്തെല്ലാം കടന്നു വരുന്നുണ്ട്. ഇടക്കാലത്തിന് ശേഷം മലയാള സിനിമ ഇത്രയും ഡെമോക്രാറ്റിക്കായ ഒരു കാലമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരുപാട് നവാഗത സംവിധായകർ വരുന്നു, അവർക്ക് ആദ്യ സിനിമകൾ തന്നെ ഹിറ്റടിക്കുന്നു, 1-2 സിനിമകളൊക്കെ ഹിറ്റടിക്കുന്ന ആളുകൾ വരികയും മലയാള സിനിമ പൂത്തുലയുന്നു എന്ന് എനിക്ക് തോന്നുന്ന സമയമാണ്. പിന്നെ ഇവർ ഈ പറഞ്ഞ ടെക്നിക്കൽ റീസൺസ് എടുത്ത് വെച്ചുകൊണ്ടുള്ള ഇത്ര പൈസ ഇവിടെ കിട്ടിയില്ല, സർക്കാരിൻ്റെ വിനോദ നികുതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തുമാത്രം ഇൻഡസ്ട്രി ആകെ കുഴപ്പമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന കാരണങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. ഇത് ഒരു ഗ്യാങ് വാർ കൂടിയാണ്. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലൊരു സംഘം പുതുതായി രൂപം കൊണ്ടുവന്നിരിക്കുന്ന മോഹൻലാലിൻ്റെ കാര്യത്തിൽ കുത്തകാവകാശം സത്യം പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത് അത് ആൻ്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസുമാണ്. അതിനകത്തേക്ക് എൻട്രൻസ് കിട്ടാത്തവരുടെ നിരാശ, പിന്നെ ഒന്ന് ഈ വിപണിയിൽ കിട്ടാത്ത സ്പേസിനെ കുറിച്ചുള്ള ഇച്ഛാഭംഗങ്ങൾ, പലതരം സംഗതികൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു. സ്വാഭാവികമായും അത് അപ്പുറത്ത് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്നു, അവർ മറുപടി പറയുന്നു. ഇതാണ് കാണുന്നത്. പ്യുവർലി ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി ചെയ്തതിന് ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു തർക്കമാണ് ഈ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകരായി നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ബോധേഡാവേണ്ട ഒരു കാര്യവും അതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അത് അവരുടെ അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതരം കാര്യങ്ങൾ ഉന്നയിക്കുന്നു, തർക്കം ഉണ്ടാക്കുന്നു. ചിലപ്പോൾ നാളെ അവർ നമ്മൾ യുണൈറ്റഡ് ആയേക്കാം, അവരൊരുമിച്ച് സിനിമ എടുത്തേക്കാം, മോഹൻലാലും സുരേഷ് കുമാറിൻ്റെ ഡേറ്റ് കൊടുത്തേക്കാം, ഇതൊക്കെ സംഭവിക്കാം. സോ അതുകൊണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ച് ബോധമല്ല. പ്രേക്ഷകനെ നിങ്ങൾ ഏത് സിനിമ ഉണ്ടാക്കിയാലും കൊള്ളാവുന്നതാണ് കാണും, കൊള്ളാത്തതാണെങ്കിൽ ഏത് ബ്രഹ്മാണ്ഡ സിനിമയാണെങ്കിലും എടുത്ത് കളയും. അതാണ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ലോകത്തെ വൻകിട സിനിമകൾ കണ്ടും ക്വാളിറ്റി സിനിമകൾ കണ്ടും നമ്മൾ പുതിയതരം പ്രേക്ഷകരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നല്ല സിനിമ ഉണ്ടാക്കൂ, വിജയിക്കൂ. അല്ലാതെ സിനിമ പരാജയപ്പെട്ടു പോകുന്നതിന് സർക്കാരിൻ്റെ വിനോദ നികുതിയാണെന്നും സർക്കാരെല്ലാം നമ്മളെല്ലാം നികുതി കൊടുക്കുന്നില്ല കിട്ടുന്ന ശമ്പളത്തിന്. അപ്പോൾ എല്ലാത്തിനും നികുതി കൊടുക്കേണ്ടി വരും. സർക്കാരിൻ്റെ വിനോദ നികുതിയാണ് കുഴപ്പം, അല്ലെങ്കിൽ നവാഗത പടത്തിൽ അഭിനയിക്കുന്നവർ തന്നെ നിർമ്മിക്കുന്നതാണ് കുഴപ്പം. ഇതൊക്കെ ഇതിൻ്റെ ലോജിക്ക് എന്താണ്? എനിക്ക് തോന്നുന്നത് അതാണ്, ഈ പറഞ്ഞ ഈഗോ ഇഷ്യൂസ് അതിനകത്ത് പ്രധാനമായുണ്ട്. നൗഫലെ, ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആ FBയിലെ കുറിപ്പ് പങ്കുവെച്ചാൽ ഒന്ന് പൃഥ്വിരാജ്, പിന്നൊന്ന് ഉണ്ണി മുകുന്ദൻ, പിന്നെ നമ്മുടെ ചെമ്പ് വിനോദ്, ഇങ്ങനെ യുവതാരങ്ങളാണ്. അതേസമയം കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറിനെ വിമർശിച്ച് വിനായകൻ രംഗത്ത് വന്നപ്പോൾ വിനായകനെതിരെ വിമർശനമായിട്ട് വന്നതിൽ സിയാദ് കോക്കർ, സന്ദീപ് സെൻ ഇങ്ങനെയുള്ള നിർമ്മാതാക്കളാണ്. നേരത്തെ നിഷാദ് ഈ ലോബിയുടെ കാര്യം പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ. ഈ 2 ജനറേഷൻ അല്ല ഇത്തരം ഒരു ലോബി, തിരുവനന്തപുരം ലോബി അല്ലെങ്കിൽ മട്ടാഞ്ചേരി എന്നൊക്കെ ഇങ്ങനെ മുമ്പ് നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന അതാണോ ഇപ്പോഴത്തെ ഒരു തർക്കത്തിൻ്റെ പിന്നിൽ? സികേഷ്, അത് നമ്മൾ പറയുമല്ലോ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന്. അതേപോലെ തന്നെ മലയാള സിനിമയെക്കുറിച്ച് സത്യം പറയുന്നത് നമുക്കൊരു ചുക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന ഗ്യാങ് വാറും ഒന്നും അല്ല ഇപ്പോൾ കാണുന്ന ഗ്യാങ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച ഗ്യാങ് അല്ല ഇപ്പോൾ ഉള്ള ഗ്യാങ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വിനയനാണ്. നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പറയുന്ന നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ ഈഗോ ക്ലാഷും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം സിനിമ ജൂൺ 1 മുതൽ സിനിമാ സമരമാണെന്ന് വെച്ച് നമ്മൾ പ്രേക്ഷകർക്ക് എന്ത് സംഭവിക്കാനാണ്? ഇപ്പം നിഷാദ് പറഞ്ഞ പോലെ നമ്മൾ ലോക സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, മലയാള സിനിമ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ സിനിമകൾ ചെയ്താൽ അവർക്ക് അതിന് ലാഭം ഉണ്ടാക്കാം, നമുക്ക് കുറച്ച് ആനന്ദിക്കാം എന്നൊക്കെ മാത്രമേ ഉള്ളൂ അതിൽ സംഗതി. പിന്നെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം സുരേഷ് കുമാർ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ. മലയാള സിനിമ അങ്ങ് അമ്പെ നിലത്ത് വീണ് കിടക്കുകയാണെന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. താരങ്ങളുടെ പ്രതിഫലം ഒരു പ്രധാന പ്രശ്നമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷേ ഇവരാരും സുതാര്യമായ കാര്യങ്ങൾ പറയാൻ തയ്യാറല്ല. ഒരു താരം ഇത്ര പ്രതിഫലം വാങ്ങുന്നു എന്ന് പറയാൻ ഇദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? കോടികളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മമ്മൂട്ടി എത്ര പ്രതിഫലം വാങ്ങുന്നു, ഇന്ന സിനിമയ്ക്ക് മമ്മൂട്ടി എത്ര പ്രതിഫലം വാങ്ങി എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഇയാൾക്കുണ്ടോ? മോഹൻലാൽ ഇത്ര വാങ്ങി എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു നോക്കുക, ഈ തൻ്റെ സിനിമയുടെ ബജറ്റ് താൻ തന്നെ പറയും, അത് സുരേഷ് കുമാർ പറയേണ്ട. എന്താ ആൻ്റണി പെരുമ്പാവൂരിന് തൻ്റെ സിനിമയുടെ ബജറ്റ് പറഞ്ഞാൽ
അത് പറയാൻ എന്തുകൊണ്ട് ധൈര്യമില്ല. ഞാൻ എൻ്റെ സിനിമയുടെ ബജറ്റും കളക്ഷനും പറയാറില്ല എന്ന്. അത് ഏറ്റവും വലിയ കള്ളമല്ലേ, അങ്ങനെ ചെയ്യുന്ന കപടതയല്ലേ. അത് പറയാൻ ഇവരാരും സുതാര്യമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല. എന്നിട്ട് അന്തരീക്ഷത്തിൽ കടന്ന് FP പോസ്റ്റ് ആയാലും വാർത്താ സമ്മേളനമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയും. മലയാള സിനിമയെ രക്ഷിക്കേണ്ട ചുമതല നമുക്കും സർക്കാരിനുമാണ് എന്നുള്ള നിലക്കാണ് ഇവരുടെ വർത്തമാനം. അപ്പോൾ ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ഇവരിത് പറഞ്ഞോട്ടെ, മറ്റൊരു മറുപടിയും പറഞ്ഞോട്ടെ. പക്ഷേ നടക്കുന്നത് ഇത്തരം കുറേ കാര്യങ്ങളാണ്. അവരുടെ ലാഭം നഷ്ടം എന്നിവ. ഇപ്പോൾ ഈ 100 കോടിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പം സുരേഷ് കുമാർ പറഞ്ഞ ഭാഗം അതുപോലെ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇത് പിന്നെ ഗ്രോസ് കളക്ഷനാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ നിലവിലെ രീതി അനുസരിച്ച് എൻ്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷൻ അടിസ്ഥാനമാക്കിയാണ് ഈ തുക പറയുന്നതെന്നാണ്. തിയേറ്ററിൽ നിന്ന് മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതിയിൽ നിന്ന് വന്നു ചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നതാണ്. നിർമ്മാതാവിനുള്ള അറ്റാദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയുള്ള വിലയിരുത്തലും വിശേഷണങ്ങൾ നൽകും. അതായത് സുരേഷ് കുമാർ പറഞ്ഞു തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂരും പറഞ്ഞത്. സുരേഷ് കുമാർ പറഞ്ഞെന്താ, ഇത് നിർമ്മാതാവിൻ്റെ കയ്യിൽ 100 കോടി കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ഇയാളും പറയുന്നത്. അപ്പം ഒരു വിധേന സുരേഷ് കുമാർ പറഞ്ഞ് ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ താരങ്ങളുടെ മൂല്യം കൂട്ടുന്നതിന് വേണ്ടി ഇന്നയാൾ അഭിനയിച്ച പടത്തിന് 100 കോടി, ഇന്നയാൾ അഭിനയിച്ച പടത്തിന് 200 കോടി എന്ന് പറയുമ്പോൾ അവരുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഗതി അതിലുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇവരാരും സുതാര്യമായി ഒരു കാര്യവും പറയുന്നില്ല. വളരെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരും ഞങ്ങളെ സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. അതല്ലാതെ ഇതിൽ വേറൊരു സംഗതിയില്ല. ഓക്കെ, എന്തായാലും 2024 മലയാള സിനിമയ്ക്ക് വളരെ ഗംഭീരമായൊരു വർഷമായിരുന്നു. കാരണം ധാരാളം നല്ല ചിത്രങ്ങളുണ്ടായി. കൂടാതെ വാണിജ്യ വിജയങ്ങൾ നേടിയ വർഷം കൂടിയിട്ടായിരുന്നു. 2025 ഈ സമരമൊക്കെ ഒത്തുതീർന്ന് കുറേ കൂടി നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.